ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഗോൾഡൻ ഗേൾ. സോ നമ്മൾ കുറേ ആയി ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ട്. സോ നമ്മൾ ഇന്നെന്തായാലും ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. സോ ഇന്ന് ഒരു വാട്ട് ഐ ഈറ്റിൻ്റെ നമ്മൾ കാണാൻ പോകുന്നത്. സോ ഗായ്സ്, നമ്മളപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. സോ അതിന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് നമ്മുടെ ഫേവറേറ്റ് പഴങ്കഞ്ഞിയാണ് ഗായ്സ്. സോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും പഴം തന്നെയാണ്. സോ എല്ലാ ദിവസവും ഇതായിരിക്കില്ല, മിക്ക ദിവസങ്ങളിലും ഈ ഇഡ്ഡലി, ദോശ, പുട്ട് അങ്ങനത്തെ സംഭവമായിരിക്കും. എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും ഈ പഴങ്കഞ്ഞിയും കാര്യങ്ങളൊക്കെ. സോ ഇന്ന് എന്തായാലും പഴങ്കഞ്ഞിയാണ്. അതിലേക്ക് ഇപ്പം മോരും ഉപ്പുമൊക്കെ ഇട്ട്, പിന്നെ നമുക്ക് കറിയായിട്ട് കടലയാണ് കേട്ടോ. സോ അതിൻ്റെ മുമ്പ് നമ്മുടെ മാങ്ങ ഉപ്പിലിട്ടതും എടുക്കുന്നുണ്ട്. സോ നമ്മുടെ കടലയും എടുത്തു. സോ ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. സോ എത്ര പേർക്ക് ഈ ഒരു കോംബോ ഇഷ്ടമാണെന്നൊന്ന് പറയാം. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം കഴിക്കുകയാണ്. സോ നമ്മുടെ മോരും ഉപ്പും കടലയും എല്ലാം കൂടെ മിക്സ് ചെയ്ത്, പിന്നെ ഒരു മാങ്ങയും കൂടെ കടിച്ചതിന് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ്. പിന്നെ ഉച്ചക്കത്തേക്ക് ഒരു സ്പെഷ്യലായിട്ട് നമ്മുടെ മുട്ട കൊണ്ടൊരു റെസിപ്പിയാണ്. എനിക്ക് തോന്നുന്നു ഇത് മിക്കവർക്കും അറിയായിരിക്കും, ബട്ട് ഇതിൻ്റെ എക്സാക്റ്റ് പേര് എനിക്കറിയില്ല. സോ ഞങ്ങളിവിടെ മുട്ട ചിക്കിയത് എന്നാണ് പറയുന്നത്. സോ നമ്മൾ നോർമൽ മുട്ട ചിക്കണത് വെച്ച് നോക്കുമ്പോൾ ഇതിൽ തക്കാളിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് വെക്കുന്നത്. സോ അതിൻ്റെ പ്രിപ്പറേഷനാണ്. വലിയ ആർഭാടവും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പാൻ വെച്ചു, എണ്ണ ഒഴിച്ചു, എണ്ണ ചൂടാകുമ്പോൾ നമ്മുടെ സവോള ഇട്ടു. സവോള ഇട്ടതിന് ശേഷം പിന്നെ തക്കാളി വേണം ഗൈസ്. തക്കാളി, പിന്നെ നമ്മുടെ മുട്ട, ഇതെല്ലാം കൂടെ വെച്ചിട്ടൊരു പരിപാടിയാണ്. സോ നമ്മുടെ സവോളയും തക്കാളിയും ഒക്കെ നല്ലപോലെ സോട്ടായി കഴിയുമ്പോൾ നമ്മുടെ സ്പൈസസ് ആയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ നമ്മുടെ ചിക്കൻ മസാല ഓർ മീറ്റ് മസാല, ഗരം മസാല, ഏത് ടൈപ്പ് ഓഫ് ഈ സ്പൈസ് മസാല ആയാലും കുഴപ്പമില്ല. ഒരുപാട് ആവാതെ സൂക്ഷിക്കണം. കുറച്ച് ഈ മസാലാസ് എല്ലാം ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മുടെ മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇടണം കേട്ടോ. ഇട്ടിട്ട് നല്ലപോലെ ചിക്കി നല്ല ചെറിയ പീസ് ആവും വരെ നമ്മൾ സോട്ട് ചെയ്ത് കുക്ക് ചെയ്ത് നമ്മുടെ എഗ്ഗ് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട ചിക്കിയത് റെഡിയാണ്. സോ നല്ല ടേസ്റ്റിയാണ്. ട്രൈ ചെയ്യാത്തവരാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഏകദേശം കറി ആയിട്ടുണ്ട്. പിന്നെ ഈ മുട്ട ചിക്കുമ്പം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ മുട്ടയുടെ ആ ഒരു കൺസിസ്റ്റൻസി വരുന്നത്. ചിലവർക്ക് ഒരുപാട് വേവുന്നത് ഇഷ്ടമായിരിക്കില്ല, ചിലവർക്ക് നല്ലപോലെ ഡ്രൈ ആവണം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. സോ എൻ്റെ മുട്ട ചിക്കിയ റെസിപ്പി റെഡിയാണ്. സോ ഇതാണ് എൻ്റെ ലഞ്ച്. നമ്മുടെ സ്പെഷ്യൽ മുട്ട ചിക്കിയത്, പിന്നെ രസം, അതുപോലെ തന്നെ കടല, പിന്നെ ഇത് അമ്മയുടെ ഒരു സ്പെഷ്യലാണ്, പൊട്ടറ്റോ ഫ്രൈ ആണ്. സോ എനിക്ക് പൊതുവേ പൊട്ടറ്റോ ഫ്രൈയോട് ഇഷ്ടമല്ല, പിന്നെ വെച്ചതുകൊണ്ട് കഴിക്കാൻ. സോ ഇതാണ് എൻ്റെ സ്വീറ്റ് ലഞ്ച്. സോ രസം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കറിയാണ് രസം. ഒന്നും വേണ്ട, രസം ഉണ്ടെങ്കിൽ എനിക്ക് സൂപ്പറായിട്ട് ചോറാണ്. സോ നമ്മുടെ രസവും കടലയും പിന്നെ പൊട്ടറ്റോ അതുപോലെ തന്നെ മുട്ടയും കൂട്ടി നമ്മുടെ ലഞ്ച് സെറ്റായി ഗൈസ്. അപ്പോൾ ഗൈസ് പിന്നെ ഒരു 4:30 ആയപ്പോഴേക്കും ഞാൻ കോൾഡ് കോഫി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കുടിച്ചു കേട്ടോ. എനിക്കിങ്ങനെ കോൾഡ് കോഫി, എനിക്ക് ചായയോടൊന്നും വലിയ താല്പര്യമില്ല, ചായ കുടിക്കത്തുമില്ല. പിന്നെ കോഫി ആയിട്ടാണ് കുടിക്കണത്. ഇപ്പോഴത്തെ ചൂടനുസരിച്ച് ഒരു കോൾഡ് കോഫി ഉണ്ടാക്കി കുടിക്കാമെന്ന് വെച്ച് അങ്ങനെ കോൾഡ് കോഫിയാണ് കേട്ടോ ഒരു 4:30 ആയപ്പോൾ ഞാൻ കുടിച്ചത്. സോ അപ്പോൾ കോൾഡ് കോഫിയുടെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടുതരാം കേട്ടോ. സോ അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും ഡിന്നർ കഴിക്കാൻ വിളിച്ചു. സോ ഡിന്നറിന് പത്തിരിയും പിന്നെ നമ്മുടെ കടലക്കറി തന്നെയായിരുന്നു കേട്ടോ. സോ
ഇതാണ് എൻ്റെ ഡിന്നർ. ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ ഭക്ഷണം ഗൈസ്. അത്രയേ ഉള്ളൂ നമ്മുടെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. സോ ഇനി അടുത്ത വീഡിയോ കാണും വരെ ബായ്.